ശരിക്ക് ഒരു വീട് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാവും. ഇത് ഒരു 36 കോളം എടുത്തിട്ട് ഫുൾ സ്ട്രക്ചറായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇതിൽ കല്ല് യൂസ് ചെയ്തിട്ടില്ല. താഴെ പോലും പ്ലിന്ത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ്. പിന്നെ മനോജിനെ കുറിച്ച് പറയാം, ഞങ്ങളുടെ കോൺട്രാക്ടർ ആലപ്പാട് കൺസ്ട്രക്ഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മനോജ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുള്ള കാരണം നമ്മുടെ ഒരു സ്വപ്ന വീട് തയ്യാറാക്കാനായിട്ട് ആലപ്പാട് കൺസ്ട്രക്ഷൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സ്റ്റിൽ പൊസിഷനിൽ 9 കൊല്ലം കഴിഞ്ഞ് 9+ ആണ്. ഇന്നിപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്താൽ തന്നെ പറയും എത്ര മാസം മുന്നോ അല്ലെങ്കിൽ എത്ര കൊല്ലം മുന്നോ ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ നിർബന്ധം ഉണ്ടായിരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം, സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം, സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീടിന്. 2 ലാവിഷ് ആയിട്ടുള്ള കിച്ചൺ ഉണ്ട്. ഒന്ന് നമ്മുടെ ഗ്യാസ് കിച്ചൺ ഉണ്ട്, ഒന്ന് മറ്റേ വർക്ക് ഏരിയ കിച്ചൺ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 4500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് ഡൈനിങ് ആൻഡ് കിച്ചൺ ചെയ്യുമ്പോൾ അപ്പൊ അതിന്റെ സ്പേഷ്യസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ചെയ്തതിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വീടായിരിക്കാം. പക്ഷെ ഇതിനേക്കാളും നല്ല വീടുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാകും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള നല്ല പണിക്കാർ ഒരു കൺസിഡർ ചെയ്തിട്ട് റേറ്റ് കൺസിഡറേഷൻ പോലും ഒരു രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനോജ്. ആലപ്പാട് കൺസ്ട്രക്ഷന്റെ ഈ ഉയർച്ച എനിക്ക് തോന്നുന്നു 1000 ബിൽഡിങ്ങുകളും കണ്ട് ഒരു ഓൾറെഡി വീടും കോംപ്ലക്സ് ആയിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. നല്ല ഗുഡ് കൺസ്ട്രക്ഷൻ, ഗുഡ് ക്വാളിറ്റി, നല്ല രീതിയിൽ ഇനിയും വളരെ ഉയരത്തിലേക്ക് എത്തട്ടെ. മറ്റുള്ള ബിൽഡേഴ്സിന്റെ ഒരു റിനോവ്ഡ് ബിൽഡേഴ്സായി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.